ബലാത്സംഗ കേസിൽ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വീണ്ടും കോടതിയിൽ സമീപിച്ചു. പത്തനംതിട്ട ജില്ലാ കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. യുവതിയെ ബലാത്സംഗം ചെയ്തിട്ടില്ലെന്നും ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണെന്നും രാഹുൽ ഹർജിയിൽ പറയുന്നു. ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. സിജോ വി ജോൺ വിവരങ്ങളുമായി ചേരുന്നു. സിജോ, ഇതേ കേസിലെ ജാമ്യാപേക്ഷ നേരത്തെ കോടതി തള്ളിയതല്ലേ? തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതാണ്. അതിന് പിന്നാലെയാണ് രാഹുൽ ഇപ്പോൾ ജാമ്യം തേടി പത്തനംതിട്ട ജില്ലാ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ ജാമ്യ അപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് ഈ യുവതിയുമായിട്ട് നടത്തിയിട്ടുള്ളത്. ബലാത്സംഗം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ യുവതി തന്നെയാണ് തന്നെ അങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത്. യുവതിയാണ് തിരുവല്ലയിലെ ഹോട്ടൽ. ഈ വാർത്ത കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുകളിലേക്ക് രണ്ട് ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതിലേറെ ചോദ്യങ്ങൾ വരും അല്ലേ? അതിൽ ഒരു ചോദ്യം എന്ന് പറയുന്നത് മാധ്യമങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ വാർത്ത നിങ്ങളിപ്പോൾ ഒന്ന് കേട്ടു നോക്കൂ. എന്താ പറഞ്ഞത് ഈ വാർത്തയിൽ? രാഹുൽ മാങ്കൂട്ടത്തിൽ ജില്ലാ കോടതിയെ സമീപിച്ചിരിക്കുന്നു ജാമ്യാപേക്ഷയുമായിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞ ഉടനെ അടുത്ത ചോദ്യം എന്താണ് ചോദിക്കുന്നത്? മജിസ്ട്രേറ്റ് കോടതി എന്ന് പറഞ്ഞാൽ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഈ ജാമ്യാപേക്ഷ തള്ളിയതല്ലേ എന്നാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള മേൽക്കോടതികളിലേക്ക് ജാമ്യാപേക്ഷയുമായി പോകാൻ പാടില്ല എന്നുള്ളതുണ്ടോ? അങ്ങനെ ഒരു നിയമം ഈ രാജ്യത്തുണ്ടോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു നിയമമില്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്? അത് ഈ മാധ്യമങ്ങൾക്കൊരു അജണ്ടയുണ്ട് എന്നുള്ളതാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രത്യേകിച്ചും ഒരു തരം അജണ്ട. അത് മറ്റുള്ള ആരുടെയെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ അവിടെ വേറൊരു അജണ്ട അല്ലേ? ആ അജണ്ട നമുക്ക് ഇതിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തോ വലിയ കാര്യം, എന്തോ ആകാശം ഇടിഞ്ഞ് താഴെ വീണു, അയാളുടെ തലയിൽ വീണു എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം, എന്തോ രാഹുലിനെ വലിയ കുറ്റക്കാരനാക്കുവാനുള്ള ഒരു ശ്രമം എവിടെ നിന്നൊക്കെയോ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇവിടെ ഈ അജണ്ട മാധ്യമങ്ങൾക്കുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം, രാഹുലുമായി ബന്ധപ്പെട്ട് എന്ത് വാർത്തകൾ വന്നാലും അത് രാഹുലിന് അനുകൂലമാകുന്ന എന്തെങ്കിലും കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ വല്ലാതെ അസ്വസ്ഥരാകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ? ആ അസ്വസ്ഥതയാണ് ഇവിടെയും കാണുന്നത്. രാഹുൽ മേൽക്കോടതിയിൽ ജാമ്യത്തിന് പോകുമ്പോൾ ഇവർ ചോദിക്കുക, മജിസ്ട്രേറ്റ് കോടതി തള്ളിയതല്ലേ, ഒരു പുച്ഛം. എന്തേ മജിസ്ട്രേറ്റ് കോടതി അങ്ങനെ ഒരു ജാമ്യാപേക്ഷ തള്ളിക്കഴിഞ്ഞാൽ മേൽക്കോടതിയിൽ പോകാൻ പാടില്ല എന്നുള്ള കീഴ്വഴക്കങ്ങളോ നിയമങ്ങളോ ഉണ്ടോ? ഇല്ലെന്നുള്ളതല്ലേ സത്യം. ഈ മേൽക്കോടതികളെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് കീഴ്ക്കോടതികളിൽ വരുന്ന വിധികൾ നമുക്ക് അപ്പീൽ പോകണമെങ്കിൽ, അതിനെ ചോദ്യം ചെയ്യണമെങ്കിൽ ഉള്ള ഒരു സംവിധാനമായിട്ടാണ് മേൽക്കോടതികളുള്ളത്. അങ്ങനെ ഒരു ജുഡീഷ്യറി ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് അതിലൊരു പുച്ഛം. കാരണം എന്താ? മറുഭാഗത്ത് നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടമാണ്. ഇവിടെ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കൂ. PT കുഞ്ഞുമുഹമ്മദിനെതിരെയും സമാനമായ ആരോപണം ഉണ്ടായല്ലോ. CPM-ന്റെ മുൻ MLA ആയിട്ടുള്ള ആ ആരോപണത്തിൽ മുഖ്യമന്ത്രിക്ക് തന്നെ ഇരട്ടത്താപ്പായിരുന്നു. രാഹുലിനെതിരെ പരാതി വന്നപ്പോൾ പരാതി രഹസ്യമാക്കി വെക്കുന്നു, രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നു. PT കുഞ്ഞുമുഹമ്മദിനെതിരെ പരാതി വന്നപ്പോൾ ആ പരാതി സംഭവം രഹസ്യമായിരുന്നു. രഹസ്യമെന്ന് പറഞ്ഞാൽ PT കുഞ്ഞുമുഹമ്മദിനെതിരെ വന്ന പരാതി മുഖ്യമന്ത്രി പൂഴ്ത്തി, അത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പോലും കൈമാറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുപോലെ തന്നെയാണ് ഈ മാധ്യമങ്ങളുടെ. ഇപ്പം രാഹുലിനെതിരെ ഈ ഒരു ആരോപണം വരുമ്പോൾ, എന്തെങ്കിലും പരാതി വരുമ്പോൾ അത് 24 മണിക്കൂറും ചർച്ച ചെയ്യാനുള്ള വിഷയമാണ്. പക്ഷെ PT കുഞ്ഞുമുഹമ്മദിനെതിരെ വരുമ്പോഴോ അത് ഒരൊറ്റ വരിയിൽ വാർത്ത അവിടെ അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പം ഈ ഇരട്ടത്താപ്പ് മാധ്യമങ്ങൾക്കുമുണ്ട്. അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന പിണറായി വിജയനും ഈ ഇരട്ടത്താപ്പുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഈ കാണാൻ കഴിയുന്നത് ഈ പറയുന്ന ഒരു ഇരട്ടത്താപ്പിൻ്റെ സമീപനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാഹുൽ എന്തോ വലിയ പാതകം ചെയ്തു എന്നുള്ള രീതിയിൽ വലിയ ഒരു അജണ്ട രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാധ്യമങ്ങൾ പോലും വളരെ ബോധപൂർവം നടപ്പിലാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി അടുത്ത ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരിക, എന്തേ കോടതിക്ക് രാഹുലിനോട് എന്തെങ്കിലും പകയുണ്ടോ? രാഹുലിനോട് എന്തെങ്കിലും വെറുപ്പ്, വൈരാഗ്യം, ഒരു പക്ഷപാതം രാഹുലിനോട് കോടതി കാണിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം വരും. അത് സംശയം വരാനുള്ള കാരണം എന്താ? കാരണം എന്ന് പറയുന്നത് കോടതിയുടെ ചില നടപടികളാണ്. ആ നടപടികൾ അത് നമ്മുടെ നാട്ടിലെ ജുഡീഷ്യറിയുടെ കീഴ്വഴക്കം അങ്ങനെയാണെന്ന് പറയുമ്പോഴും
ഈ രാജ്യത്ത് എത്രയോ കോടിക്കണക്കിന് കേസുകൾ തീർപ്പാകാതെ കെട്ടിക്കിടക്കുന്നുണ്ട്, അല്ലേ? ഈ കേസുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ കോടതികൾ ഇത്തരത്തിൽ അവർക്ക് അധികാര പരിധിക്ക് പുറത്തു നിൽക്കുന്ന കാര്യങ്ങളിൽ എന്തിനാണ് സമയം ചെലവഴിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ നിങ്ങളൊന്നെടുത്ത് പരിശോധിക്കൂ, തിരുവല്ലയിലെ മജിസ്ട്രേറ്റ് കോടതി. ആ മജിസ്ട്രേറ്റ് കോടതിയിൽ എന്താണ് സംഭവിച്ചത്? മജിസ്ട്രേറ്റ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ വരുന്നു. ഈ ജാമ്യാപേക്ഷ വരുമ്പോൾ പ്രോസിക്യൂഷനോ അന്വേഷണ ഉദ്യോഗസ്ഥരോ കസ്റ്റഡി വേണമെന്ന് ആവശ്യപ്പെടുന്നില്ല. അങ്ങനെ കസ്റ്റഡി വേണമെന്ന് ആവശ്യപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷയും കോടതിക്ക് മുന്നിൽ നിൽക്കുക. അപ്പോൾ അന്ന് കോടതി പറഞ്ഞു നാളെ പരിഗണിക്കാമെന്ന്. അങ്ങനെ പിറ്റേന്നായി അന്ന് കോടതി എന്തു ചെയ്തു? അടച്ചിട്ട മുറിയിൽ മണിക്കൂറുകളോളം വാദപ്രതിവാദങ്ങൾ കോടതി കേട്ടു. എന്നിട്ട് കോടതി എന്ത് പറഞ്ഞു? ഇതിൽ വിധി നാളെ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോൾ കോടതി എന്ത് പറയുന്നു? ബെയിൽ ആപ്ലിക്കേഷൻ ഡിസ്മിസ്ഡ് എന്ന്. അപ്പം ഇത്രയും നേരം ഈ നാളെ പറയാം അല്ലെങ്കിൽ ബെയിൽ ആപ്ലിക്കേഷൻ ഡിസ്മിസ്ഡ് എന്ന് പറയാനാണോ അടച്ചിട്ട മുറിയിൽ വാദം കേട്ടത്? അതല്ലെങ്കിൽ നാളെ പറയാമെന്ന് പറഞ്ഞത് ഈ ബെയിൽ ആപ്ലിക്കേഷൻ ഡിസ്മിസ്ഡ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ നാളെ പറയാം? അതന്ന് തന്നെ പറയാൻ പാടില്ലായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് കോടതിയുടെ വിലപ്പെട്ട സമയങ്ങളെ ഇങ്ങനെ പാഴാക്കി കളയുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ പാഴാക്കി കളയുക വഴി രാഹുൽ മാങ്കൂട്ടം ഒരു 2 ദിവസം കൂടി അകത്ത് കിടക്കട്ടെ എന്ന് എവിടെയെങ്കിലും ഒരു ആഗ്രഹം ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നമ്മൾ കോടതിയോടുള്ള എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ കൊണ്ട് ഇപ്പോൾ കോടതിക്ക് അത്തരത്തിൽ രാഹുലിന് ജാമ്യം നൽകാനുള്ള കീഴ്വഴക്കമില്ല, അല്ലെങ്കിൽ അധികാര പരിധിയില്ല. അതുകൊണ്ടാണ് ജാമ്യാപേക്ഷ തള്ളുന്നതെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാണ് അടച്ചിട്ട മുറിയിൽ മണിക്കൂറുകളോളം വാദം കേട്ടത്? എന്തിനു വേണ്ടിയാണ് ഓരോ ദിവസവും മാറ്റി വെച്ചത്? ഇതൊക്കെ ആദ്യമേ ആ ജാമ്യാപേക്ഷയുമായി രാഹുലിൻ്റെ അഭിഭാഷകരെത്തുമ്പോൾ ഇത് ഈ കോടതിയല്ല പരിഗണിക്കേണ്ടത്, ആ കോടതിയാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് വിട്ടാൽ പോരെ. കോടതിയുടെ സമയത്ത് എന്തിനാണ് ഇങ്ങനെ പാഴാക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ എവിടെയൊക്കെയോ ചില താല്പര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജില്ലാ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ജാമ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ജില്ലാ കോടതി ഇന്ന് ഫയൽ സ്വീകരിച്ചു, നാളെ കേൾക്കാമെന്ന് പറഞ്ഞു, നാളെ പരിഗണിക്കാമെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളൊരു അപേക്ഷയുമായി പോകുമ്പോൾ ഉടനടി അതിൽ വാദങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളതോ ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും അടുത്തൊരു ദിവസത്തേക്ക് അത് ഫയലിൽ സ്വീകരിച്ചിട്ട് അടുത്ത ദിവസത്തേക്ക് വിടുക സ്വാഭാവികമാണ്. നടപടിക്രമങ്ങളെ നമ്മൾ മാനിക്കുന്നു. പക്ഷെ അപ്പോഴും നാളെ ഇനിയിപ്പോൾ കോടതിയുടെ കണ്ടെത്തലുകളോ നിരീക്ഷണങ്ങളോ തീരുമാനങ്ങളോ എന്താവുമെന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി തന്നെ തുടരുകയാണ്. അപ്പോൾ രാഹുൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, രാഹുലിൻ്റെ കസ്റ്റഡിയും അറസ്റ്റും അത് ഈ രാജ്യത്തെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു പരാതി വരുമ്പോഴേക്കും ഒരാൾ ശിക്ഷിക്കപ്പെടുക എന്നുള്ളതല്ല ഈ രാജ്യത്തിൻ്റെ നിയമം. മറിച്ച് ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അതിൽ അന്വേഷണം നടത്തി അതിൽ പ്രോസിക്യൂഷൻ്റേതും അഭിഭാഷകന്മാരുടേതും കുറ്റ ആരോപിതൻ്റേതും ഒക്കെ വാദങ്ങൾ കേട്ടതിന് ശേഷം തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും ഒക്കെ കണ്ടതിന് ശേഷം കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തും, അല്ലേ? എന്നിട്ട് കോടതി പറയും കുറ്റക്കാരനാണോ അല്ലേ എന്ന്. അതിനുശേഷമല്ലേ ശിക്ഷ വേണ്ടത്. അപ്പോൾ അത്തരത്തിലൊരു കുറ്റക്കാരനാവുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിന് എന്തിനു ജയിലിൽ കിടക്കണം? ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കേസ് തന്നെ ഇപ്പോൾ കോടതി എല്ലാം കഴിഞ്ഞിട്ട് അവസാനം പറയുകയാണ്, മേ ബി വർഷങ്ങൾ എടുക്കുമായിരിക്കും, അപ്പോൾ പറയുകയാണ് രാഹുൽ കുറ്റക്കാരനല്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തലെങ്കിൽ ഇത്രയും ദിവസം അയാൾ എന്തിനു വേണ്ടി ജയിലിൽ കിടന്നു? എന്തിനു വേണ്ടി അയാൾ ഇത്രയും അപമാനിക്കപ്പെട്ടു? എന്തിനു വേണ്ടി അയാൾ ഇത്രയും വേട്ടയാടപ്പെട്ടു? ഈ ചോദ്യങ്ങൾക്കെല്ലാം പിന്നെ ആര് ഉത്തരം പറയും? ആർക്കും ഉത്തരം പറയണ്ട. മാധ്യമങ്ങൾ ഉത്തരം പറയണോ? വേണ്ട. കോടതിയോ പോലീസോ ഉത്തരം പറയണോ? ആരും വേണ്ട. എല്ലാവരും ഹാപ്പി. അനുഭവിക്കേണ്ടി വന്നതോ രാഹുൽ മാങ്കൂട്ടത്തിൽ. അതാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഈ ഒരു സ്ഥിതിവിശേഷത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഇതിനാര് സമാധാനം പറയും? പറയണമല്ലോ. കാരണം ജയിലിൽ കിടന്നത് വെറുതെ കുറ്റക്കാരനല്ലാതെ ജയിലിൽ കിടക്കേണ്ടി വരികയോ കുറ്റക്കാരനല്ലാതെ വേട്ടയാടപ്പെടേണ്ടി വരികയോ? അയാൾക്കും മാനങ്ങളുണ്ട്. അയാളുടെ മാനങ്ങളെയൊക്കെ ഇങ്ങനെ മാന്തി വലിച്ച് പിച്ച് ചീന്തുന്നത് അയാളിങ്ങനെ നോക്കി കാണണോ നിസ്സഹയാനായിട്ട്? അപ്പോൾ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരുമല്ലോ. അപ്പോൾ അതിനൊന്നും ആർക്കും ഒരു കുഴപ്പമില്ലേ? അപ്പോൾ ഇവിടെയൊന്നും മനുഷ്യൻ്റെ അവകാശങ്ങളില്ലേ? മനുഷ്യൻ്റെ അവകാശങ്ങൾ
ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണല്ലോ അടിസ്ഥാനമെന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഇത് സാധ്യമാവുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്, അല്ലേ? അപ്പോൾ ഇതിനൊരു മറുപടി എനിക്കിപ്പോഴും കിട്ടുന്നില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്താണെങ്കിലും ജാമ്യാപേക്ഷയുമായിട്ട് മുൻകൂർ ജാമ്യമല്ല കേട്ടോ. മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത് അറസ്റ്റിന് മുമ്പ് നടക്കേണ്ടതാണ്. ഇത് ജാമ്യാപേക്ഷയാണ്. ജാമ്യാപേക്ഷയുമായിട്ട് രാഹുൽ മാങ്കൂട്ടം എന്താണെങ്കിലും ജില്ലാ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. നാളെ പരിഗണിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നാളെ കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും, തീരുമാനങ്ങൾ എന്തൊക്കെയായിരിക്കും, അതോ നാളെ കഴിഞ്ഞ് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ വീണ്ടും നീട്ടിക്കൊണ്ടുപോകുമോ എന്നൊക്കെയുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. എന്താണെങ്കിലും നാളെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നതിന് മുമ്പ് കുറ്റാരോപിതനെ ശിക്ഷിക്കുന്നത് അതൊരു ന്യായമാണ് എന്ന് കരുതാൻ ആവില്ല എന്നുള്ളത്